ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഫുഡ് ആൻഡ് ടോക്ക്. ഇന്ന് നമ്മൾ അടുത്ത ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ്. ഒരു പ്ലാനും ഇല്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, എന്താ കിട്ടുക അത് ഷൂട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ പ്ലാൻ. ഇപ്പോൾ കൊച്ചിയിലുണ്ട്, ഒന്ന് നോക്കാം, ഒന്ന് കറങ്ങി നോക്കാം. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോകും. അശ്വഗന്ധ മേടിക്കാനായിട്ട് വന്നതാണ്. അശ്വഗന്ധ ആക്ച്വലി ഒരു റിലാക്സേഷൻ പില്ലാണത്. ഞാനിത് ഇടയ്ക്ക് എടുക്കാറുണ്ട്. ഒരു സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഇത് നല്ലതാണ്. ഡെയിലി ഒരു 2 ടാബ് രാവിലെ എടുക്കും, ഒരെണ്ണം രാത്രി എടുക്കും. ഹലോ ഗൈസ്, ഞാൻ ഹിമാലയയുടെ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു. പക്ഷേ ഇതിൻ്റെ കവറൊക്കെ എവിടെ കൊണ്ടുപോയി കളയൊന്നും ഒരു പിടിയില്ല. ഇവിടെ ഞാൻ കുറച്ച് നേരമായിട്ട് നോക്കുന്നുണ്ട്. ഞാനിപ്പോൾ പാലക്കാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുവാണ്. ഡസ്റ്റ്ബിനൊന്നും കാണുന്നില്ല, ഒരു ഐഡിയ ഇല്ല. എവിടെ കളയുന്നോ ഒരു ഐഡിയ ഇല്ല. എവിടെയെങ്കിലും കളയാൻ പറ്റുമെന്ന് നോക്കാം, നടന്നു നോക്കാം, കുറച്ച് നേരം നടന്നു നോക്കാം. ചിലപ്പോൾ കണ്ടാലോ, പറയാൻ പറ്റില്ല. ചിലപ്പോൾ എവിടെയെങ്കിലും ഡസ്റ്റ്ബിൻ ഉണ്ടാവുമല്ലോ, ഒന്ന് നോക്കി നോക്കാം. പക്ഷേ ഇതിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഒരു കുറേ നേരം നടക്കണേ. ഇതുവരെ ഒന്നും ഒരു സൈഡിലും ഇല്ല. ഡസ്റ്റ്ബിൻ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല ഇവിടെ. ഇപ്പോൾ പാലാരോട്ടത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ എടപ്പള്ളി എത്താറായി, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടേക്ക് കണ്ടോ, ഇവിടേക്ക് ഒത്തിരി ഗാർബേജ് ഇട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കതുപോലെ ഇടാൻ പറ്റില്ലല്ലോ. ഡസ്റ്റ്ബിൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനിത് പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകും. അതാണ് എൻ്റെ പ്ലാൻ. ഹലോ, ഇതും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇതുവരെ ഇത് കളയാൻ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ നല്ല വിശപ്പുണ്ട്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ചിലപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവിടെ എവിടെയെങ്കിലും ഇത് കളയാനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിലോ, അറിയത്തില്ല. സോറി. എവിടെയെങ്കിലും ഇത് കളയാനൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം, ഒന്ന് പോയി നോക്കാം. ശരി, എനിക്ക് നടന്ന് മടുത്ത്. ആക്ച്വലി ഇനിയും കുറേ പോകാനുണ്ടെന്ന് തോന്നുന്നു. അവിടെ എടപ്പള്ളി ലുലു കഴിയുമ്പോഴത്തേനും ഒരു ഇഫ്താറുണ്ട്. ഞാൻ ആക്ച്വലി അവിടെ പോയാലൊന്ന് പ്ലാൻ ചെയ്യണം. ഇവിടെ നിന്ന് ഒരു ഊബറിട്ട് പോകാനാണ് പ്ലാൻ. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഇത് കളയാൻ പറ്റിയ ഒരു സ്പോട്ട് ഉണ്ടാകുന്ന നോക്കുകയും ചെയ്യാം. ഇന്ന് നടക്കാൻ വയ്യ, ഞാൻ ഇവിടെ നിന്ന് പോവാം. ഓക്കെ, അവിടെ ഇനി ഇഫ്താറിൽ ചെന്നിട്ട് ബാക്കി വിശേഷം പറയാം. ഓക്കെ, ഊബർ ഒരെണ്ണം ബുക്ക് ചെയ്ത് നോക്കട്ടെ. ഇഫ്താർ ഒരെണ്ണം കാണിക്കുന്നുണ്ട്, 1.3 കിലോമീറ്റർ. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. ചില ഏരിയയിൽ നിന്ന് പെട്ടെന്ന് ബുക്കാവും, ചില ഏരിയയിൽ നിന്ന് പെട്ടെന്ന് ബുക്കാവത്തില്ല. യുവിൽ ഷെയർ ഡ്രൈവർ ഡീറ്റെയിൽസ് ഷോർട്ട്ലി. ഇതെപ്പോഴും വന്നു ബുക്കായി. 2 മിനിറ്റിൽ വരും, 2 മിനിറ്റിലെത്തും. ഓക്കെ, ഇപ്പോൾ എത്തും. പുള്ളി എന്തായാലും എത്തട്ടെ. അത് മാത്രമല്ല, നമ്മുടെ മെയിൻ സാധനം എന്ന് വെച്ചാൽ ഇതെവിടെയെങ്കിലും കളയാം. ഇത്ര നേരം നടന്നിട്ട് ഒന്നും കിട്ടിയില്ല കേട്ടോ. പാലാരോട്ടത്ത് നടക്കുക. ഇവിടെ ഇപ്പോൾ ചങ്ങമ്പുഴ പാർക്ക് എത്തി. ഇതുവരെ ഒരു ഗാർബേജ് ബിൻ കണ്ടിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. നമ്മൾ ഈ വരുന്ന വഴിക്കൊന്നും കിട്ടിയിട്ടില്ല. 1 മിനിറ്റ്, ഇത് നോക്കി, ഇവിടെ കുറേ ഉണ്ട്, കുറേ കുപ്പയുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഇടായിരുന്നു, പക്ഷേ മോശമല്ലേ. ഇതാരിട്ടതാണെന്ന് അറിയത്തില്ല. അടിപൊളി. ഏയ്, ഇവിടെ ഇടാൻ പറ്റത്തില്ല. നമുക്കൊരു ബിന്ന് നോക്കാം. ഊബർ വന്നു. ചേട്ടാ, 13.93. ഇഫ്താറിലെത്തി. പക്ഷേ ഇത് നമ്മുടെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. ഇത് നമുക്ക് എവിടെയെങ്കിലും കളയാം, പിന്നീട് കളയാം. ആദ്യം ഫുഡ് കഴിക്കട്ടെ, ഫുഡ് കഴിച്ചിട്ട് ബാക്കി പ്ലാൻ ചെയ്യാം. ആക്ച്വലി ഈ ഇഫ്താറല്ല ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ലുലുവിൻ്റെ അടുത്തൊരു ഇഫ്താർ ഉണ്ടായിരുന്നു. പക്ഷേ ഊബറിൽ ബുക്ക് ചെയ്തപ്പോൾ ഇതാണ് കണക്റ്റായി വന്നത്. എന്തായാലും കുഴപ്പമില്ല, ഫുഡ് കഴിച്ചിട്ട് ബാക്കി പ്ലാൻ ചെയ്യാം. വായോ. ഇഫ്താറിലെത്തി ഗൈസ്, നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ഇതെൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്, നോ വറീസ്. നമുക്കിത് എവിടെയെങ്കിലും കളയാം. ഓക്കെ,
എന്താ കഴിക്കാനുള്ളത്? കഴിക്കാൻ ബിരിയാണി ഉണ്ട്, അൽഫാം ഉണ്ട്, അൽഫാം മന്തി ഉണ്ട്. നമുക്ക് ബിരിയാണി ആയാലോ? ബിരിയാണി 2 ചിക്കൻ ബിരിയാണി ഉണ്ടോ? ഓക്കെ. പുള്ളി കുറേ സാധനങ്ങൾ പറഞ്ഞു, പക്ഷേ എന്തായാലും ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്യുള്ളൂ. ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചു. ഓക്കെ, ബിരിയാണി വരട്ടെ, നോക്കാം. നമ്മുടെ ഓർഡർ എടുക്കാൻ വന്ന ചേട്ടന് വീഡിയോയിലൊന്നും വരാനായിട്ട് താല്പര്യമില്ല. പക്ഷേ പുള്ളിക്കാരൻ പറയണത് ശരിക്കും നല്ല കുറച്ച് മീനിങ് ഉള്ള കാര്യങ്ങളാണ് പുള്ളി പറയണത്. പക്ഷേ പുള്ളിക്ക് വീഡിയോയിലൊന്നും വരാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് പുള്ളിയുടെ ഇതൊന്നും ഞങ്ങൾ ഷൂട്ട് ചെയ്യണില്ല. എന്തായാലും പുള്ളിയോട് സംസാരിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുള്ളി എന്താ പറഞ്ഞതെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. അത് മാത്രമല്ല, ഇൻ കേസ് പുള്ളിക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. പുള്ളി വരുവാണെങ്കിൽ പുള്ളീനെ വെച്ച് ഷൂട്ട് ചെയ്യാം. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ബിരിയാണിയാണ്, അച്ചാറുണ്ട്, എന്താ ഒരൈറ്റം ഉണ്ട്. ഓക്കെ, ആക്ച്വലി ചിക്കനൊക്കെ കുറേ പീസ് ഉണ്ട് കേട്ടോ. നോർമലി 2 പീസൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ, കുറേ പീസ് ഉണ്ട്. ചേട്ടൻ ആക്ച്വലി വീഡിയോയിൽ വരേണ്ട ഒരാളാണ്. വരാൻ താല്പര്യമുണ്ടോ? ഒന്ന് വായോ. ഇത് ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് മധുവാണ്. മധു ചേട്ടനാണ്. ചേട്ടൻ്റെ സ്ഥലം? വീട് ഒറീസയാണ്. ഒറീസ? അതെ, ഒറീസയിൽ നിന്ന് മധു. അതെ, ഇവിടെ തന്നെ ഇഫ്താറിന് നല്ല ഫുഡാണ്, ബിരിയാണിയാണ്. അതെ, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ലുലുവിൻ്റെ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്, കുഴപ്പമില്ല. നിങ്ങളെ അങ്ങനെ ഒരു ഇത് നല്ല എല്ലാവരും കഴിച്ചിട്ട് പോകാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഇതല്ല, ഇവിടെ തന്നെ നല്ല ഫുഡ് കിട്ടാറുണ്ട്. ഇവിടെ അതെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ലുലുവിൻ്റെ സൈഡിലുള്ള ഒരു ഇഫ്താറുണ്ട്, ലുലുവിൻ്റെ അടുത്ത്. അവിടെ ഒരു ഇഫ്താറുണ്ട്. ഞാൻ അവിടുത്തെ ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ അങ്ങനെയാണ് ഊബറിൽ ബുക്ക് ചെയ്തത്. പക്ഷേ അവിടെ അല്ല കണക്ട് ആയത്, ഇവിടുത്തെ ലൊക്കേഷനാണ് കണക്ട് ആയത്. അങ്ങനെയാണ് ഇവിടെ വന്നത്. ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ ശരിക്കും അവിടെ പോകുന്നതാണ്. പക്ഷേ ഇവിടെ വന്നത് ഫുഡ് കഴിച്ചിട്ടുണ്ട്. എത്ര കൊല്ലമായി ഇവിടുന്ന് കഴിക്കാറുണ്ട്? ഞാൻ കുറേ നാളായിട്ട് ഇഫ്താറിന്ന് കുറേ നാളായിട്ട് കഴിക്കാറുണ്ട്. ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടാവും? നല്ലതാണ്, വളരെ നല്ലതാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. അതെ, ഇതാണ് നമ്മുടെ ഇഫ്താർ. ഇവിടെ തന്നെ നല്ല ഒരു സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പണിക്കാരില്ലാത്തതുകൊണ്ട് നമ്മൾ വെച്ചിട്ടില്ല. കുറച്ച് പണിക്കാർ ഷോർട്ട് ഉണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ പണ്ടേ പോലെ എല്ലാ സെറ്റപ്പായിട്ട് ഇവിടെ ഫുഡൊക്കെ കിട്ടും. ഓക്കെ, താങ്ക് യു. മധുചേട്ടൻ പറഞ്ഞു കേട്ടല്ലോ, ഇഫ്താറിലെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ. അടിപൊളിയായിരിക്കും. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. ഞാൻ ഇതിനു മുമ്പ് ഇഫ്താറിലെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ സ്ഥിരം അവിടെ നിന്ന് കഴിക്കാറുള്ള ഒരാളാണ്. ഇഫ്താറിലെ ഫുഡ് അടിപൊളിയാണ്. ഞാൻ അത് തന്നെ ഇവിടെയും പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. സെയിം, ഇഫ്താറിലെ എല്ലാ ബ്രാഞ്ചും സെയിം ആണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ അവിടെ നിന്ന് കഴിച്ച സെയിം ടേസ്റ്റ് തന്നെ ഇവിടെ. ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇഫ്താർ വരാം, ഫുഡ് കഴിക്കാം, അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് റൈത്ത കിട്ടിയിട്ടുണ്ട്, പിന്നെ നാരങ്ങച്ചാറാണ്. എന്തായാലും രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ല, റൈത്ത നല്ലതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് അച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അച്ചാറൊന്നല്ല, ശരിക്കും ഇവർ എല്ലാ ഇഫ്താറിലത്തെ എല്ലാ ബ്രാഞ്ചും സെയിം ആണെന്ന് തോന്നുന്നു. റെസിപ്പീസ് എല്ലാം സെയിം ആണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അടിപൊളി. ഞാൻ ആക്ച്വലി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഫ്താറിലെ ബിരിയാണിയാണ് ഇന്നത്തെ ലാസ്റ്റ് പരിപാടി. ഇനിയിപ്പോൾ എനിക്കൊരു പരിപാടി ഉണ്ട് ആക്ച്വലി. ഇതുണ്ടോ, ഫോണിൻ്റെ ഗ്ലാസ്സൊക്കെ പൊട്ടിയിരിക്കുക. ഗ്ലാസ്സൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ഒന്ന് പെൻഡാമാനൊക്കെ വരെ ഒന്ന് പോകണം. അതും കൂടി കഴിഞ്ഞു ഇന്നത്തെ പരിപാടി. ഇവിടെ ആക്ച്വലി ക്ലോസ് ചെയ്യുവാണ്. പെൻഡാമാനകളുടെ വീഡിയോ അടുത്ത എപ്പിസോഡിലിടാം. കുറച്ചധികം മെമ്മറീസ് പറയാനുണ്ട് എനിക്ക് പെൻഡാമാനനെ കുറിച്ച്. ആക്ച്വലി ഞാനവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് പണ്ട്. അതൊക്കെ പറയാം, അടുത്ത എപ്പിസോഡിൽ പറയാം. ഓക്കെ, ഹലോ. ഇഫ്താറിന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. നമുക്കിനി പെൻഡാമാനയിലൊന്ന് പോകാനുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. ഓക്കെ, ബൈ.